നമസ്കാരം. ഞാൻ എബ്രഹാം ജേക്കബ് AT ചാനലിന് വേണ്ടി. നമ്മളുടെ ഇവിടുത്തെ ചെറിയ ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ താറാമുട്ടയും കോഴിമുട്ടയുടെ വ്യത്യാസം. താറാമുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, പഴയ കാലത്തെ ആളുകൾ പറയും അരിയസിന് നല്ല ഒരു ഔഷധം കൂടിയാണ് എന്നുള്ളത്. അത് പ്രത്യേകിച്ച് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണമാണ്. വളരെ സമ്പന്നമായ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരു ആഹാരമാണ്. ശരീരത്തിന് ദിവസവും വേണ്ടതിൽ 18% പ്രോട്ടീനും ഒരു മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ എയുടെ 9.4% ഒരു മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു. ഈ ആധുനിക കാലത്ത് കൂടുതലും ആളുകളിൽ വൈറ്റമിൻ ഡിയുടെ ഡിഫിഷ്യൻസി കണ്ടുവരുന്നു. ഇതിന് ഒരു നല്ലൊരു പരിഹാരമാണ് താറാമുട്ട ഒരു ദിവസം ഒരെണ്ണം വീതം കഴിക്കുക എന്നുള്ളത്. മാത്രമല്ല, കണ്ണിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പല ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തിമിരം തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ്. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബുദ്ധിയും ഓർമ്മയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. കോഴിമുട്ടയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ കൂടുതൽ പ്രോട്ടീൻ മറ്റു ധാതുവും അടങ്ങിയിരിക്കുന്നതായി ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ. താറാമുട്ട എന്ന് പറയുന്നത് കോഴിമുട്ടയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിപ്പം ഉള്ളതാണ്. അതിനകത്ത് ഉണ്ണി വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. കോഴിമുട്ടയേക്കാൾ രുചി ഉള്ള ഒന്നാണ്. പക്ഷേ അതിനൊരു ചെറിയ മണവ്യത്യാസമുള്ളത് നമ്മുടെ മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം കഴിച്ചാൽ അത് നല്ലതായിരിക്കും. മാത്രമല്ല, ഇത് ഒരു കൂടുതൽ ഗുണം ശരീരത്തിന് കിട്ടുവാൻ പറ്റിയ ഒരു മരുന്ന് കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കോഴിമുട്ടയും താറാമുട്ടയെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണമാണ് ഇവിടെ നൽകുന്നത്. കൂടുതൽ അറിയുവാൻ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. ഇതുകൊണ്ട് നന്ദി, നമസ്കാരം.